ഹലോ നമസ്തേ, വെൽക്കം ടു വിവൈബിൻ്റെ ഒരു പുതിയൊരു കുഞ്ഞു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2-3 ദിവസമായിട്ട് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ ഒരു ബാനർ പോസ്റ്റ് കണ്ടു. ബാനർ പോസ്റ്റ് എന്താണെന്നറിയോ? നമ്മുടെ ബിഗ് ബോസിൽ കണ്ടൻസ്റ്റായിട്ട് വിജയിച്ച അഖിൽ മാരാർ ഒരു റോങ് സ്റ്റേറ്റ്മെൻറ്റ് നൽകിയായിരുന്നു പബ്ലിക്കിന്. അപ്പം അതിനൊന്ന് വെളുപ്പിക്കണം. എങ്ങനെ റോങ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ 3 വീടുകൾ, അതായത് വയനാട്ടിൽ ദുരിതബാധിതർക്ക് മുഖ്യമന്ത്രിയുടെ നിധിയിലേക്ക് പൈസ നൽകരുത്, സ്വന്തമായിട്ട് ഞാൻ 3 വീട് വെച്ച് നൽകും. എൻ്റെ പൊന്നഖിലേ, സ്നേഹമൊക്കെ ഉണ്ട്. സോ നെഗറ്റീവ് പബ്ലിസിറ്റി ആഗ്രഹിക്കുന്ന വ്യക്തിയാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ, കാരണം നിങ്ങളുടെ ഒരു പാസ്റ്റ് ട്രാക്ക് റെക്കോർഡ് മുഴുവനായിട്ട് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കംപ്ലീറ്റ് നെഗറ്റീവാണ്. ഇതുവരെ ആയിട്ട് ഏതെങ്കിലും ഒരു പോസിറ്റീവ് എനർജിയിലുള്ള ഒരു കാര്യങ്ങൾ പറഞ്ഞിട്ട് നിങ്ങൾ എന്തെങ്കിലും സക്സസ് ആയെന്ന് എനിക്ക് തോന്നുന്നില്ല. ബിസിനസ് പരമായിട്ടും ഫിലിം ഇൻഡസ്ട്രി ആയിട്ടും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ആണെങ്കിലും ഇൻക്ലൂഡിങ് ബിഗ് ബോസ് അടക്കം നെഗറ്റീവ് പബ്ലിസിറ്റിയിലൂടെ മാത്രം ജയിച്ചു വന്നൊരു വ്യക്തിയാണ് നിങ്ങൾ. നെഗറ്റീവാണ് നിങ്ങളുടെ വീക്ക്നെസ്. അല്ലെങ്കിൽ ഇഷ്യൂസ് ക്രിയേറ്റ് ചെയ്യുക, അത് വെച്ച് ജയിക്കുക എന്നുള്ളൊരു മെൻറ്റാലിറ്റിയാണ് നിങ്ങളത്. അല്ലാതെ പോസിറ്റീവ് എനർജിയോടുകൂടി ഒരു കാര്യം ചെയ്തിട്ടില്ല. പിന്നെ നിങ്ങൾ പറഞ്ഞ ഒരു കാര്യം, ദുരിതാശ്വാസ നിധി, മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം നൽകരുത്, അവരവർ നേരിട്ട് കൊണ്ടു കൊടുക്കുക. ഇച്ചിരി ലോജിക്കൊക്കെ ചിന്തിച്ചുകൂടെ അങ്ങായി? കോടിക്കണക്കിന് രൂപയുടെ ടെലികോം ഇൻഡസ്ട്രി, KSEB, റോഡ്, വീട്, ജനങ്ങൾ, അവരെ വിദ്യാഭ്യാസം, ഇതൊക്കെ ഓരോ വ്യക്തി കൊണ്ട് കൊടുക്കുക. ഒരാൾ പറയാം, ഞാൻ ദുരിതാശ്വാസ നിധിയിലേക്ക് പൈസ ഇടുന്നില്ല, അപ്പോൾ പ്രകൃതിക്ഷോഭം കൊണ്ട് ആ നാട്ടിൽ പോസ്റ്റ് ഉണ്ടായ എൻ്റെ വക ഒരു പോസ്റ്റ് സംഭാവന, എൻ്റെ വക ഒരാൾ ലൈന് വലിച്ചു കൊടുക്കുക. ഇച്ചിരി ലോജിക്കൊക്കെ കാണിച്ചുകൂടാകില്ലേ? ഞാൻ കരുതുന്നത് നിങ്ങളൊരു നല്ല മാർക്സൊക്കെ വാങ്ങിച്ചിട്ടൊരു വെൽ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള പേഴ്സൺ എന്ന് കരുതാണ്. പക്ഷെ മണ്ടത്തരം വിളിച്ചു പോകുമ്പം ശ്രദ്ധിക്കാം. പിന്നെ രണ്ടാമത്തെ കാര്യം, നിങ്ങൾക്കൊരു ക്യാമ്പയിന് ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി വന്നിട്ടുണ്ടെന്ന് കരുതുന്നുണ്ടെങ്കിൽ ശുദ്ധ മണ്ടത്തരമാണ് കേട്ടോ. നമ്മുടെ ലോക്സഭ ഇലക്ഷൻ സമയത്ത് നമ്മുടെ ഒരു ഹിന്ദി ബ്ലോഗർ ഉണ്ടായിരുന്നു, ധ്രുവായിട്ട് നിങ്ങളെ കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ സൈബർ പോരാളികൾ ശ്രമിക്കുന്നുണ്ടോ എന്നൊരു സംശയം. ധ്രുവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ടൊരു സംഗതിയെ പഠിച്ച് അതിൻ്റെ പോസിറ്റീവ് വശങ്ങൾ മാത്രം പ്രസൻറ്റ് ചെയ്യുന്നതാണ്. അല്ലാതെ നിങ്ങളുടെ പോലെ നെഗറ്റീവ് പബ്ലിസിറ്റിക്ക് വേണ്ടി ചെയ്യുന്നതല്ല കേട്ടോ. പുള്ളി ഫസ്റ്റ് എഡ്യൂക്കേഷൻ കണ്ടന്റ് ക്രിയേറ്റർ ആയിരുന്നു. അതിനുശേഷം ലോക്സഭ ഇലക്ഷൻ അടുപ്പിച്ചിട്ടാണ് പൊളിറ്റിക്കൽ കമൻറ്റ്സ്. അപ്പോൾ ഇന്നലെ പിന്നെ ഞാൻ അതൊക്കെ 2-3 പോസ്റ്റ് ഉണ്ടായിരുന്നു. കേരളത്തിൻ്റെ ദുവ്രാത്തൂർ അഖിൽ മാരാർ. സിംഹവും പട്ടിയും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. അത് ജനങ്ങൾക്കറിയാം, ചിലപ്പോൾ നിങ്ങൾക്കറിയണമെന്നില്ല. അപ്പോൾ അഖിൽ എപ്പോഴും പോസിറ്റീവിലേക്ക് ഉൾക്കൊള്ളാൻ ശ്രമിക്കുക. രാഷ്ട്രീയ അഭയമാണെങ്കിൽ തീർച്ചയായിട്ടും കോൺഗ്രസ്സുകാർ അക്സെപ്റ്റ് ചെയ്യാൻ തോന്നുന്നില്ല, കമ്മ്യൂണിസ്റ്റുകാർ അടുപ്പിക്കത്തില്ല. ഇനിയിപ്പോൾ ആകെ ഒരു വഴി എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇടതുപക്ഷത്തെയും പിണറായി വിജയനെയും ചീത്ത വിളിച്ചിട്ട് വല്ല BJP-കാരെങ്കിലും അടുപ്പിച്ചിട്ടുണ്ടെങ്കിൽ എന്നുള്ള രീതിയിലാണെങ്കിൽ ഓൾ ദ ബെസ്റ്റ്. കാരണം BJP-ൻ്റെ രാഷ്ട്രീയം എന്ന് പറയുന്നത് നെഗറ്റീവ് രാഷ്ട്രീയമാണ്. അതിനകത്തും BJP-കാരിലും നല്ല രീതിയിൽ പോസിറ്റീവ് രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയ നമ്മുടെ അഡ്വക്കേറ്റ് ശ്രീധരൻപിള്ളനെ പോലെ, സാറിനെ പോലെ, CKP പോലെ, അല്ലെങ്കിൽ O രാജഗോപാലിനെ പോലെ ഒത്തിരി നല്ല നേതാക്കളുണ്ട്. നെഗറ്റീവ് പബ്ലിസിനെ കൊണ്ട് ജയിച്ചു കയറി വന്ന കുറച്ച് പേരുണ്ട്. നിങ്ങൾക്ക് നെഗറ്റീവാണ് താല്പര്യമെങ്കിൽ അങ്ങനെ ചെയ്യാം. അല്ലാതെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ആരും പണം നൽകരുത്, മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി തട്ടിപ്പാണ്. അപ്പം നിങ്ങൾ പ്രധാനമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയെ കുറിച്ചൊന്നും പറയുന്നത് കേട്ടില്ല. അഖില മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയെ കൊണ്ട് മാത്രമേ ഒരു പ്രകൃതിക്ഷോഭത്ത് ഒരു സംസ്ഥാനത്തിന് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ഓക്കെ, ഇൻഡിവിജ്വലായിട്ട് നിങ്ങൾക്ക് ഒരാളെ സഹായിക്കാം, ഒരാൾക്ക് വീട് വെച്ച് കൊടുക്കാം. അതൊരു വ്യക്തിക്ക് മാത്രം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുള്ളൂ. നിങ്ങൾക്ക് ഇൻഡിവിജ്വലായിട്ട് പോയിട്ട് പബ്ലിക് റോഡ് നിങ്ങൾക്ക് റീകൺസ്ട്രക്ട് ചെയ്യാൻ പറ്റത്തില്ല. ഇൻഡിവിജ്വലായിട്ട് നിങ്ങൾക്ക് KSEB ലൈൻ വലിക്കാൻ പറ്റത്തില്ല. ഇൻഡിവിജ്വലായിട്ട് നിങ്ങൾക്ക് ഒരു പാലം പണിത് കൊടുക്കാൻ പറ്റത്തില്ല. ഇൻഡിവിജ്വലായിട്ട് നിങ്ങൾക്ക് ഒരു ഗവൺമെൻറ് സ്കൂൾ പണിത് കൊടുക്കാൻ പറ്റില്ല. അതിന് തീർച്ചയായിട്ടും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ തന്നെ എല്ലാവരും സംഭാവന ചെയ്യണമെന്ന് പറയാനുള്ള ആർജവം കാണിക്കണം. രാഷ്ട്രീയ വ്യത്യാസം, രാഷ്ട്രീയ എതിർപ്പൊക്കെ വിട്ടേക്ക്, അത് പൊളിറ്റിക്കലാണ്. പക്ഷേ വൺസ് ദേ ഇലക്റ്റഡ് ഒരു കേരളത്തിൻ്റെ മുഖ്യമന്ത്രി, അതിപ്പോൾ ഇടതുപക്ഷമായിക്കോട്ടെ, കോൺഗ്രസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ BJP ആയിക്കോട്ടെ, ഒരു പ്രാവശ്യം ഗവൺമെൻറ്റിനെ ജനങ്ങൾ തിരഞ്ഞെടുത്ത് കഴിഞ്ഞാൽ പിന്നെ അത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ്. ഇപ്പം BJP-യുടെ പ്രധാനമന്ത്രി അല്ല, ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാന്നേ. ഇലക്ഷൻ സമയത്ത് മാത്രമാണ് നരേന്ദ്രമോദി BJP കാൻഡിഡേറ്റ്സ്. ഒരു പ്രാവശ്യം ജനങ്ങൾ തിരഞ്ഞെടുത്ത് കഴിഞ്ഞാൽ പിന്നെ അത് നമ്മുടെ ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രിയാണ്. അതുപോലെ ദുരിതാശ്വാസ നിധി പിണറായി വിജയൻ്റെ പേഴ്സണൽ അക്കൗണ്ടിലേക്കല്ല നമ്മൾ ആരും സംഭാവന കൊടുക്കുന്നത്, കേരളത്തിൻ്റെ ചീഫ് മിനിസ്റ്റർ ഓഫ് കേരള അല്ലേ, അങ്ങനെയല്ലേ കൊടുത്തിരിക്കുന്നത്.
അപ്പോൾ അഖിൽ മാരാറിനെ ധ്രുവ് റാത്തൂറായിട്ട് കമ്പയർ ചെയ്യുന്നവരോടും ദുരിതാശ്വാസ നിധിയെക്കുറിച്ച് സംശയം പ്രകടിപ്പിക്കുന്നവരോടും ഇൻഡിവിജ്വലായിട്ട് ചെയ്യുന്നതിന് പരിമിതികളുണ്ട്, ലിമിറ്റുണ്ട്. നിങ്ങൾക്ക് സാമ്പത്തിക സഹായം നൽകാം, ഫുഡ് നൽകാം, ഭക്ഷണം നൽകാം, ഡ്രസ്സ് നൽകാം, ആർക്കെങ്കിലും വണ്ടി വാങ്ങിച്ചു കൊടുക്കാം, മൊബൈൽ വാങ്ങിച്ചു കൊടുക്കാം. പക്ഷേ പബ്ലിക്കായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ അത് ഗവൺമെൻറ്റിനെ കൊണ്ട് മാത്രമേ പറ്റുള്ളൂ, അത് ഗവൺമെൻറ്റിനെ ചെയ്യാൻ പറ്റുള്ളൂ, അത് ഗവൺമെൻറ്റിന് മാത്രമേ അർഹതയുള്ളൂ. അല്ലാതെ ഇപ്പം നിങ്ങൾക്ക് ഒരു പാലം പണിയാൻ നിങ്ങളെ കൊണ്ട് പറ്റത്തില്ല, റോഡ് പണിയാൻ നിങ്ങളെ കൊണ്ട് പറ്റത്തില്ല, KSEBിൻ്റെ ലൈൻ വലിക്കാൻ നിങ്ങൾക്ക് പറ്റത്തില്ല, പുതിയ സ്കൂൾ കെട്ടിടങ്ങൾ കെട്ടിക്കൊടുക്കാൻ നിങ്ങൾക്ക് പറ്റത്തില്ലെന്നേ. അത് ഗവൺമെൻറ് പ്രോപ്പർട്ടി ഗവൺമെൻറ് തന്നെ ഇനീഷ്യേറ്റീവ് ചെയ്യണം. ജയ്ഹിന്ദ്. അഖില ധ്രുവായിട്ട് കമ്പയർ ചെയ്ത് നിൽക്കുന്നവരോട് പറയണം, ധ്രുവ് പോസിറ്റീവാണ്, അഖിൽ നെഗറ്റീവാണ്.